ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, സവാള, പിന്നെ കുറച്ച് തക്കാളിയും വെണ്ടയ്ക്കയാണ്. ഇത്ര കഷ്ണങ്ങൾ മതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ കഷ്ണങ്ങൾ ഇടാം. ഇതാ പരിപ്പ് ഞാനിവിടെ വേവിച്ച് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഇടാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് സവാളയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും മുരിങ്ങയ്ക്കയാണ്. ശകലവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വഴുതനങ്ങ ഞാനിപ്പോൾ ചേർക്കുന്നില്ല, പെട്ടെന്ന് വേവില്ല. അതുകൊണ്ട് കുറച്ച് നമ്മുടെ ഈ വെജിറ്റബിൾ എല്ലാം ഒരുവിധം വെന്തിട്ട് ഞാൻ ഇനി വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. വെജിറ്റബിൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിളയ്ക്കുന്ന കണ്ടാൽ അറിയാം. ഒരുവിധം 3/4 വേവ് ഏകദേശം ആയിട്ടുണ്ടാവും. 3/4 അല്ലെങ്കിൽ ഒരു പകുതി വേവായാൽ മതി. ഈ സമയത്ത് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ, ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള വഴുതനങ്ങ, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും ചേർക്കണം. തക്കാളിയും വെണ്ടയ്ക്ക അവസാനമല്ലേ ചേർക്കുക, കാരണം അതിന് വേവ് കുറവാണ്. അതുകൊണ്ട് ഏറ്റവും അവസാനം ചേർത്താൽ മതി. വഴുതനങ്ങയെല്ലാം വന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതൊന്ന് ഒരുവിധം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അതിന് ഈ സമയത്ത് എന്തെങ്കിലും ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പെല്ലാം ചേർത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് വെള്ളം കുറവാണ്, പക്ഷെ നമ്മളിനി പരിപ്പെല്ലാം ചേർക്കും, അപ്പോൾ വെള്ളം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം ഇട്ട് തിളച്ച് നമ്മൾ ഒഴിച്ച പുളിവെള്ളവും എല്ലാ വെജിറ്റബിളും എല്ലാം കൂടെ തിളച്ച് നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തോടെ സാമ്പാർ പൊടി ചേർക്കാം. ഇത് വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണ്. ഞാനൊരു 3 സ്പൂണാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 3 സ്പൂൺ സാമ്പാർ പൊടി, ചെറിയ സ്പൂണാണ്, 3 സ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് പാകാണ് എനിക്ക് ഈ സാമ്പാറിന്. ഞാൻ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് പരിപ്പാണ്. അപ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പാണ്. ആ പരിപ്പൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് ഈ സാമ്പാറിനകത്തോട്ട് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതിനകത്ത് വെള്ളം കുറവായിട്ട് തോന്നും, പക്ഷെ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ടുള്ള എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് എല്ലാം യോജിപ്പിച്ചെടുക്കുക. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഈസി ടൈപ്പ് സാമ്പാറാണ് കേട്ടോ. ചിലപ്പോൾ വേറെ ആൾക്കാരൊക്കെ വേറെ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോരുത്തരുടെ സ്റ്റൈൽ ഓരോ രീതിയിലായിരിക്കുമല്ലോ. ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുക. എനിക്ക് കുറച്ചും ഈസി ആയിട്ട് ഇങ്ങനെയാണ് തോന്നുന്നത്. ചിലവർ എല്ലാ വെജിറ്റബിളും കൂടെ കുക്കറിനകത്ത് അടിച്ചെടുക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെജിറ്റബിളും വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കഴിക്കാൻ കഷ്ണങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാട്ടോ ഉണ്ടാക്കുക. ഏകദേശം റെഡിയായി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് വറുക്കണം. അപ്പോൾ അതിനായിട്ടൊരു കുഞ്ഞ് പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തോട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. ആ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കുക. അതിനകത്തോട്ട് കുറച്ച് കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഈ സാമ്പാറിനകത്തോട്ട് ചേർക്കാൻ. ഇനി നമുക്കിതെല്ലാം മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ സാമ്പാറിനകത്തേക്ക് ചേർക്കാം. ഇതാ ചേർക്കാൻ പോവുകയാണ്. എല്ലാ വറവും എടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കി വേവിച്ചെടുത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാമ്പാർ റെഡിയായി. ഇവിടെ നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കീപ് സ്മൈലിംഗ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനൊരു ന്യൂ കമറാണ് യൂട്യൂബിനായിട്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.